ദ ക്ലാസിക് ബൈ ഫ്രാങ്ക് കെർമോഡ്. ഇയാളിത് എഴുതിയിട്ടുള്ളത് ഒരു ലെക്ചറാണിത്. ശരിക്കും ഇലിയട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതായത് വാട്ട് ഈസ് ക്ലാസിക് എന്നുള്ള ക്വസ്റ്റ്യന് റെസ്പോൺസ് ആയിട്ട് ഇയാൾ കൊടുത്ത ലെക്ചറാണ് ഈ ദി ക്ലാസിക് എന്നുള്ളത്. അത് 1973 T.S. എലിയട്ട് മെമ്മോറിയൽ ലെക്ചറിലാണ് ഇയാൾ ഇത് പറയണത്. ഇതിനകത്ത് ഇയാൾ നഥാനിയൽ ഹോത്തോണിൻ്റെ 3 നോവൽസ് അനലൈസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യണതാണ്. അത് എന്തിൻ്റെ ബേസിസിലാണെന്ന് വെച്ചാൽ ടിപ്പോളജിയുടെ ബേസിസിലാണ്. ടിപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ ഒരു ജനറൽ ടൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുമല്ലോ, അതിൻ്റെ സ്റ്റഡിയാണ് ടിപ്പോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നഥാനിയൽ ഹോത്തോണിൻ്റെ 3 വർക്ക് എന്ന് പറയുന്നത് ദ ഹൗസ് ഓഫ് ദ 7 ഗേബിൾസ്, ദ സ്കാർലറ്റ് ലെറ്റർ ആൻഡ് ദ മാർബിൾ ഫോൺ, FAUN. ടിപ്പോളജി ബേസ് ചെയ്തിട്ട് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ദ ഹൗസ് ഓഫ് ദ 7 ഗേബിൾസ് എന്ന് പറഞ്ഞ നോവലാണ് അനലൈസ് ചെയ്യണത്. ടിപ്പോളജി എന്താണ്? ടിപ്പോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിറ്റററി ഡിവൈസാണ്. അതിനകത്ത് ഇപ്പോൾ ഒരു വർക്കിൽ കൊണ്ടുവരുന്ന ഹിസ്റ്ററിക്കൽ അല്ലെങ്കിൽ ലിറ്റററി ക്യാരക്ടേഴ്സൊക്കെ മുന്നേ ഉണ്ടായിരുന്ന ഹിസ്റ്ററിക്കൽ അല്ലെങ്കിൽ ലിറ്റററി ക്യാരക്ടേഴ്സിൻ്റെ ബാക്കിയായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നടത്തുന്ന ഒരു ഹിസ്റ്ററിക്കൽ അല്ലെങ്കിൽ ലിറ്റററി ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പിന്നീട് വരുന്ന ഹിസ്റ്ററിക്കൽ അല്ലെങ്കിൽ ലിറ്റററി ക്യാരക്ടേഴ്സിന് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു പ്രീ ഫിഗർ ആയിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മുടെ ഹോത്തോൺ എല്ലാ ആളുടെ ഫേമസ് നോവൽസിലും യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ടിപ്പോളജിയിൽ മുന്നേ ഉള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് പിന്നീടുള്ളത് വരുന്നത്. ഒരു ജനറൽ ടൈപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ളത് പറയാം. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇയാളുടെ നോവൽസിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ ഇയാൾ ഈ എസ്സേ തുടങ്ങണത് അല്ലെങ്കിൽ ലെക്ചർ തുടങ്ങണത് എറിക് ഓർബാക്ക് എന്ന് പറഞ്ഞ ഓഥറിൻ്റെ ഫിഗറേ എന്നുള്ളൊരു കൺസെപ്റ്റിനെ പറ്റി പറഞ്ഞിട്ടാണ്. അതായത് ഇയാൾ FIGURAE എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, എറിക് ഓർബാക്ക്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടൈപ്സ് എന്നാണ് അർത്ഥം. പിന്നെ ഇതിൽ പറയണത് ഇയാൾ പറയണത് എല്ലാ ഇൻ്റർപ്രിട്ടേഷനും നമ്മൾ മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ടാക്കി എടുക്കുന്നതൊക്കെ ഈ പണ്ടത്തെ ക്ലാസിക് ടെക്സ്റ്റിൽ നിന്ന് അതിൻ്റെ ഒരു പാർട്ടാണ്. അതിൻ്റെ ഒരു ടൈപ്പ് വെച്ചിട്ടാണ് നമ്മളിവിടെ അതൊക്കെ നടത്തുന്നത്. അപ്പോൾ ക്ലാസിക് വർക്ക്സ് ആയിരിക്കും എപ്പോഴും എല്ലാത്തിൻ്റെയും ജനറൽ ഇതിൽ നിൽക്കണം, ടൈപ്പായിട്ട് നിൽക്കണം. ഇപ്പോൾ നമ്മൾ അതേപോലെ അതിലുള്ള പോലെ ആണ് ഇതിൽ വരുന്നത്. അങ്ങനെ എല്ലാ ഇൻ്റർപ്രിട്ടേഷനും അങ്ങനെയാണെന്നാണ് കെർമോഡ് പറയണത്. പിന്നെ ഇതിൽ ഇയാൾ പറയണത് കണക്ഷൻ ബിറ്റ്വീൻ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. ഈ ടിപ്പോളജി യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കണക്ഷൻ വരില്ല. കാരണം പാസ്റ്റിലെ വർക്ക്സ് വെച്ചിട്ട് നമ്മൾ ഇപ്പോഴത്തെ വെച്ചിട്ട് ഫ്യൂച്ചറിലെ വർക്ക്സ് പറയണത്, അങ്ങനെ ആ ഒരു കണക്ഷൻ കൊണ്ടുവരാനായിട്ട് ടിപ്പോളജിക്ക് പറ്റും. പിന്നെ ഇയാൾ ഇതിനകത്ത് പിന്നെ പറയുന്നത് ഹോത്തോൺ എങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ ബിറ്റ്വീൻ ദ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ അത് ആളുടെ വർക്ക്സിൽ കൊണ്ടുവരുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇയാൾ ഇതിൽ അമേരിക്കൻ ടിപ്പോളജീനെ പറ്റി പറയുന്നുണ്ട്. അതായത് ജൊനാഥൻ എഡ്വേർഡ്സ് എന്ന് പറഞ്ഞ ഒരു റൈറ്റർ, ന്യൂട്ടൻ്റെയും ജോൺ ലോക്കിൻ്റെ ഒക്കെ സ്റ്റുഡൻറ്റ്, ആൾ ഈ ടിപ്പോളജീനെ പറ്റി പറഞ്ഞു. അത് എമേഴ്സൺ എന്ന് പറഞ്ഞ റൈറ്ററിൻ്റെ ട്രാൻസെൻഡൻ്റലിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഈ എമേഴ്സൺ നഥാനിയൽ ഹോത്തോൺ ഇൻഫ്ലുവൻസ് ചെയ്തു. ഈ എമേഴ്സൺ പറഞ്ഞതെന്ന് വെച്ചാൽ ടിപ്പോളജി ഒരു തിയോളജി അല്ല, പക്ഷെ അത് തിയോളജി അല്ല ഈ ടിപ്പോളജിനെ ഇൻഫ്ലുവൻസ് ചെയ്യണത്, പക്ഷെ നമ്മളുടെ ഇമാജിനേഷൻ ആണെന്നാണ് എമേഴ്സൺ പറഞ്ഞത്. പിന്നെ ഈ ജൊനാഥൻ എഡ്വേർഡ്സ് എന്ന് പറഞ്ഞ റൈറ്ററാണ് ടൈപ്പ് എന്നുള്ള വേർഡിൻ്റെ യൂസ് നാച്ചുറൽ സയൻസിലേക്കൊക്കെ കൊണ്ടുവന്നത്. പിന്നെ പറയുന്നത് ഹൂ ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ടിപ്പോളജി, അതായത് പാസ്റ്റും പ്രസൻറ്റും തമ്മിൽ ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന റൈറ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിനും ഡീൽ ചെയ്യുന്ന റൈറ്റേഴ്സിനായിരിക്കും ടിപ്പോളജിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക.
പിന്നെ പറയണത് ഒരു സ്കോളർ ടൈപ്പ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണേലും ഡിഫറെൻ്റ് ആയിട്ടാണ് റൈറ്റർ ടൈപ്പ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ടൈപ്പ് എന്നുള്ള വേർഡ് യൂസ് ചെയ്ത ഒരു റൈറ്ററാണ് ഈ പറഞ്ഞ പോലെ നെഥാനിയൽ ഹോത്തോൺ. ആൾ പല രീതിയിൽ ആ ടൈപ്പ് എന്നുള്ള വേർഡിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു അലഗോറി അല്ലെങ്കിൽ എംബ്ലം എന്നുള്ള മീനിങ്ങിലും ആൾ ആ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടൈപ്പ് എന്നുള്ള വേർഡിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡായിട്ടുള്ള ടപ്റ്റീൻ എന്ന് പറഞ്ഞ വാക്ക്, TUPTEIN. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു ഇൻസ്ക്രൈബ് എന്നാണ്. ഇൻസ്ക്രൈബ് എന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതി വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കൊത്തി വെക്കുക എന്നൊക്കെ പറയണ പോലെ. പിന്നെ ഈ വേർഡ് ടൈപ്പ് എന്നുള്ളത് ഏതൊക്കെ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്? പ്രിൻറ്റിങ്ങിൽ, ന്യൂമിസ്മാറ്റിക്സിൽ, ബോട്ടണിയിൽ, ഫിലോസഫിയിൽ. ജനറലായിട്ട് ഇത് യൂസ് ചെയ്യണത് എന്താണ്? ഒരു ക്ലാസ് കാണിക്കാൻ വേണ്ടി, ഒരു ക്ലാസിഫിക്കേഷൻ കാണിക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ കെർമോഡ് നമ്മുടെ ഈ ഹോത്തോണിൻ്റെ നോവൽ ദ ഹൗസ് ഓഫ് ദ 7 ഗേബിൾസിൽ പറയുന്നത് അതിനെ അനലൈസ് ചെയ്യണം. അതിൽ ഈ നോവലിൻ്റെ പ്രിഫേസിൽ ഹോത്തോൺ പറയുന്നത് അയാൾ റൊമാൻസസ് അല്ലെങ്കിൽ റൊമാൻറ്റിക് വർക്ക്സ് എഴുതിയത് കഴിഞ്ഞു പോയ ഒരു കാലം നമ്മളുടെ ഇപ്പോഴത്തെ പ്രസൻ്റായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഒരു കാലത്തിലെ കാര്യങ്ങൾ നമ്മളെ നിന്ന് അകന്ന് പോകണം കണ്ടിട്ട് അത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾ റൊമാൻസസ് എഴുതിയതെന്നാണ് ഹോത്തോൺ പറയുന്നത്. പിന്നെ ആൾ പറഞ്ഞാൽ അയാൾക്കൊരു ഇൻ്റലക്ച്വൽ ഫ്രീഡം ഉണ്ട്. അത് വെച്ചിട്ട് ആൾ ആ പാസ്റ്റ് ഹിസ്റ്ററിയും ട്രഡീഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ആൾ അങ്ങനെ എഴുതിയത്. പിന്നെ പറയുന്നത് ഈ പണ്ട് കാലത്ത് അതായത് സെഞ്ച്വറികളോളം ആൾക്കാർ വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോഡ് 2 ബുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ബൈബിളും നേച്ചറും. നേച്ചറിൽ തന്നെ ഒരു ഡിവൈൻ ഹിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലാന്റ്സ് പോലും ഗോഡിൻ്റെ വില്ല് മനുഷ്യന്മാർക്ക് മനസ്സിലാക്കി തരുന്ന സാധനങ്ങളായിരുന്നു. അങ്ങനെയൊക്കെയാണ് ബിലീവ് ചെയ്തത്. അപ്പോൾ ഇയാളുടെ നോവൽസിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ വേൾഡിൽ ഇതൊന്നുമില്ല, ചേഞ്ചാണ് ഫുള്ള്. അതായത് പഴയ കാര്യങ്ങൾ നമ്മൾ മറക്കുകയാണ്, അത് ആക്സെപ്റ്റ് ചെയ്യണില്ല, അത് തെറ്റാണെന്നാണ് ഹോത്തോൺ പറയണത്. അതായത് പണ്ടത്തെ ട്രഡീഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ ആ ഒരു ഡെസ്റ്റിനിയുടെ ഒരു ഫുൾ സംഭവം നമുക്ക് കിട്ടില്ല. അതിൻ്റെ ആ ഒരു പണ്ടത്തെ ഇതുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു സെൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ഓർഡർ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ അത് മറന്നിട്ട് ഇപ്പോൾ ആൾക്കാർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക എന്നാണ് ഹോത്തോൺ പറയുന്നത്. അപ്പോൾ ഈ കെർമോഡ് ഇതിൽ പറയണമെന്ന് വെച്ചാൽ ഹോത്തോൺ ടിപ്പോളജി എന്നുള്ള വേർഡ് യൂസ് ചെയ്തത് പണ്ടത്തെ പോലെയല്ല, ഒരു മോഡേൺ സെൻസിലാണ് അയാളത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പാസ്റ്റും പ്രസൻറ്റായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അത് ഇയാളുടെ വർക്കുകളിലും കാണാൻ പറ്റും. സിറ്റി ഓഫ് റോമിന് ഇയാൾ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് വെച്ചിട്ട്, അതായത് റോം എന്ന് പറഞ്ഞത് ടൈംലെസ് ആയിട്ട് എല്ലാ ടൈമിലും ടൈമിൻ്റെ ആസ്പെക്ട്സിനൊക്കെ ഔട്ട്ഗ്രോ ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റി ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇയാൾ കൺക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ്, അതായത് ഓൾഡ് ക്ലാസിക്സിനും മോഡേൺ ക്ലാസിക്സിനും ഒരു ഡിഫറൻസ് ഉണ്ട്. ഒരു ടിപ്പോളജി ഓഫ് ഓൾഡ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ടിപ്പോളജി ഓഫ് മോഡേൺ. അപ്പോൾ അത് രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യാത്തതിലുള്ള ഇയാൾക്ക് ഭയങ്കര ഒരു ഹെസിറ്റേഷൻ ഉണ്ട്. ഒരു മോഡേൺ വേൾഡിൻ്റെ ആറ്റിറ്റ്യൂഡിനോട് ഇയാൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട്. അതുപോലെ പിന്നെ ഇയാൾ പറയണത് റോൾ ഓഫ് ദ റീഡർ, അതായത് ഒരു ബുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ബുക്കിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ റീഡറിൻ്റെ കോപ്പറേഷൻ നന്നായിട്ട് വേണം. പിന്നെ ഇയാൾ പറയണം മോഡേൺ ക്ലാസിക്സ് റീഡേഴ്സിനോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ടൈപ്പാണ്. പക്ഷേ ഓൾഡ് ക്ലാസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൻസേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പായിരുന്നു. പിന്നെ ഇയാൾ പറയുന്നത് അങ്ങനെ മോഡേൺ ക്ലാസിക്സിനെയും ഓൾഡ് ക്ലാസിക്സിനെയും പറ്റിയുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടാണ് സംഭവം നിർത്തണം.